കൊല്ലം മുഖത്തലയിൽ 12.5 ഗ്രാം MDMAയും ഹൈബ്രിഡ് കഞ്ചാവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിലായി. കുരീപ്പള്ളി മുറിയിൽ മോഡേൺ ബംഗ്ലാവിൽ നൌഫലാണ് പിടിയിലായത്. കൊല്ലം താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ പെട്രോളിംഗ് നടത്തുന്നതിനിടെ കല്ലുവട്ടാങ്കുഴിക്കും പാലമുക്കിനും ഇടയ്ക്കുള്ള റോഡിൽ വെച്ചാണ് പ്രതി പിടിയിലായത്. ബൈക്കിൽ വരികയായിരുന്ന പ്രതിയിൽ നിന്നും 5.466 ഗ്രാം MDMA പിടികൂടി. ഈ സമയം അക്രമാസക്തനായ പ്രതി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബലപ്രയോഗത്തിലൂടെ കീഴടക്കുകയായിരുന്നു. തുടർന്ന് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 7.031 ഗ്രാം MDMAയും 2.860 ഗ്രാം ഷുക്ക് എന്നറിയപ്പെടുന്ന ഹൈബ്രിഡ് കഞ്ചാവും പിടിച്ചെടുത്തു. MDMA ഗ്രാമിന് 5000 രൂപയ്ക്കാണ് വിപണിയിൽ വിൽക്കുന്നത്. ഹൈബ്രിഡ് കഞ്ചാവിന് കിലോയ്ക്ക് 2 ലക്ഷത്തോളം രൂപയാണ് വിപണി വില. സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ഷിജുവിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. വിദേശ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഹൈബ്രിഡ് കഞ്ചാവിന്റെ ഉറവിടത്തെപ്പറ്റി വിശദമായ അന്വേഷണം നടത്തുമെന്ന് എക്സൈസ് അറിയിച്ചു. കൊല്ലം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് പാർട്ടി ഇന്ന് തൃക്കോവിൽവട്ടം കുരീപ്പള്ളി ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ ഉദ്ദേശം 12.5 ഗ്രാമോളം MDMAയും ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കഞ്ചാവുമായിട്ട് കുരീപ്പള്ളി മോഡേൺ ബംഗ്ലാവിൽ വാടകയ്ക്ക് താമസിക്കുന്ന നജീം മകൻ നൌഫൽ എന്നയാളെ അറസ്റ്റ് ചെയ്തു. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കഞ്ചാവ് വിദേശ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന മുന്തിയ ഇനത്തിൽപ്പെട്ട കഞ്ചാവാണ്. കിലോഗ്രാമിന് 2 ലക്ഷത്തോളം വില വരുന്ന കഞ്ചാവാണിത്. ഇതിൻ്റെ സോഴ്സിനെ പറ്റി വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ജില്ലയിലെ പ്രധാന മയക്കുമരുന്ന് വ്യാപാരിയാണ് അറസ്റ്റിലായ നൌഫൽ എന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ മനസ്സിലാവുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദമായ അന്വേഷണം നടത്താം. എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ് CP, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ J. നിർമ്മലൻ തമ്പി, KG രഘു, IB പ്രിവന്റീവ് ഓഫീസർ ബിജുമോൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജൂലിയൻ ക്രൂസ്, സൂരജ് PS, അനീഷ് MR, വനിതാ സിവിൽ ഓഫീസർമാരായ വർഷ വിവേക്, ഗംഗ G തുടങ്ങിയവരാണ് ടീമിൽ ഉണ്ടായിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.